ഹലോ. ഹലോ, ആ ലിയാഖത്തലിയല്ലേ? അതെ, ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ചോദിച്ചോളിയും. പിന്നെ ഉം. ഈ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉം. ഈ ഫാത്തിമ ബീവിയും പിന്നെ അബൂബക്കർ സിദ്ദീഖ് ഉള്ള വിഷയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു 3 മാസത്തോളൊക്കെ തെറ്റി നിന്നിട്ടുണ്ടോ, മിണ്ടാതെ നിന്നിട്ടുണ്ടോ, ബൈഹത്ത് ചെയ്തിട്ടുണ്ടോ? ഖലീഫയാകാനുള്ള ഫാത്തിമ ബൈഅത്ത് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഉം. പിന്നെ അലിയാരോ? അലിയാർ ഫാത്തിമയുടെ മരണത്തിന് ശേഷം സമ്മർദ്ദം കൊണ്ട് സമ്മതിച്ചു എന്നാ കേട്ടിട്ടുള്ളത്. ഇവർക്ക് പിന്നെ മയ്യത്ത് അവർക്ക് കാണിക്കാതിരുന്നുണ്ടോ? വധഭീഷണി ഉണ്ടായിരുന്നു. അല്ല, അല്ലെ? ഇവര് മയ്യത്ത് കാണാൻ ആ പോയപ്പോ മയ്യത്ത് കണ്ടിട്ടില്ല, ജനാസ സംസ്കരിച്ചിട്ടില്ല എന്നൊക്കെയാണ് എന്റെ അറിവ്. അറിവില് ഹദീസിലുണ്ട്, ചരിത്രങ്ങളിലുണ്ട്. ഹദീസ്. ചരിത്രങ്ങളുണ്ട് അല്ലേ? ശരി. പിന്നെ ഉം. ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവ് എന്താണ് സംഭവിക്കുന്നത്? മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവോ? ഈ ആത്മാവ് എങ്ങോട്ടോ പോണ്? അതോ ഏതാത്മാവ്? നമ്മളൊരു റൂഹുണ്ടല്ലോ. റൂഹില്ല, അതല്ലേ ഈ പറഞ്ഞേ. അങ്ങനെ 4 മാസോ 40 ദിവസം എന്തോ പ്രായമാകുമ്പോ മലക്ക് കൊണ്ടുവന്ന് ഊതിക്കയറ്റുന്ന ഒരു റൂഹും മനുഷ്യന്റെ ശരീരത്തിലില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പിന്നെ രാത്രി സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഉം. കണ്ടമാനം ഭയപ്പെട്ടതും ഭയപ്പെടാത്തതൊക്കെ ഞാൻ കാണാറുണ്ട്. ഉം. അതിന് മരുന്നും കഴിക്കുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചാൽ അതിന് കുറച്ച് സമ്മാനം കിട്ടും. ഉം. അപ്പൊ നമ്മള് ഇപ്പൊ ഈ സ്വപ്നം കാണുമ്പോ നമ്മൾ ഏതൊക്കെ രാജ്യത്ത്, ഒന്നിരിക്കലും ഞാൻ ജോലി ചെയ്യുന്ന ഗൾഫിലാവും, അല്ലെങ്കിൽ വേറെ ഉം. ഭാഗത്താവും, ഉം. അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്താവും. നമ്മൾ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം. അപ്പൊ നമ്മൾ റൂമിലെ നമ്മൾ കിടക്കുന്നത്. പക്ഷെ ആത്മാവ് അനുഭവിക്കുന്നത് നല്ല ശരിക്കും ആത്മാവ് അനുഭവിക്കുന്ന. അനുഭവിക്കുന്നല്ലതേ. ആത്മാവ് അനുഭവിക്കുകയാണെങ്കിൽ ഇപ്പൊ മരുന്ന് കൊടുത്തിട്ട് ആത്മാവിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. ഇതൊക്കെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളാണ്. തലച്ചോറ്, നമ്മൾ ഗാഢമായ നിദ്രയിൽ ഒരു സ്വപ്നം കാണൂല. അത് ഉറക്കത്തിന്റെ 2, 3, 4 സ്റ്റേജുകൾ ഉണ്ട്. അതിലെ നമ്മൾ ഉറക്കത്തിലേക്ക് വീണ അതിന്റെ ആദ്യത്തെ അവസ്ഥയിലും ഉറക്കത്തിൽ നിന്ന് ഉണർന്നുമ്പോ അതിന്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥയിലും മാത്രമേ സ്വപ്നം കാണുള്ളൂ. ഞാനൊക്കെ ഗാഢമായ ചിലപ്പോ നിദ്രയിൽ അങ്ങനെ സ്വപ്നം നമ്മൾ കാണൂല. ഞാനൊക്കെ ഭയപ്പെട്ടിട്ട് ഉണർന്ന് കിട്ടിയാൽ മതി അതെ, എന്നാവും. അത്രത്തെ അതൊക്കെ നമ്മളെ ഭയപ്പെടുക. മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. മീൻസ് തലച്ചോറിന്റെ പ്രവർത്തനമാണ്, ന്യൂറോൺസിന്റെ പ്രവർത്തനമാണ്. അത് ശരി. അപ്പൊ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ റൂമിൽ ഉണ്ട് ആള്. ആ, നിങ്ങൾ എന്താ വിചാരിച്ച ശരിക്കും ആത്മാവ് ഇങ്ങനെ ദുബായിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് ബുർജ് ഖലീഫിന്റെ മുകളിലൊക്കെ കയറി നിങ്ങൾ ഉണരാനാകുമ്പോഴത്തേക്കും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് കയറാന്ന് വിചാരിച്ച? അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്താ ഞാൻ പറയണത്, ശരിക്കും അവിടെ ഉണർന്നു അത് കഴിഞ്ഞാൽ മാത്രല്ല ഉറക്കത്തില് അള്ളാഹു റൂഹ് പിടിച്ചു വെക്കുന്നവരാണ്. പിന്നെ പിന്നെ ഉണരുമ്പോ ഇതില് ഇട്ട് തരുന്നവരാണ്. വയറിന് ഭയങ്കര അസ്വസ്ഥത ഉണ്ട്, ഗ്യാസിന്റെ വലിയ പ്രശ്നങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഉറക്കം കിട്ടായിക. അങ്ങനെ ഡോക്ടറെ കണ്ട് ഞാൻ ഡോക്ടറെ കണ്ടതാ. അപ്പൊ ഡിസ്റ്റർബ്ഡ് വയറിനും ആയിട്ടുള്ള ഉറക്കത്തില് നമ്മള് ചിലപ്പോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളും കാണും. അത് ഭയങ്കര കൂടുതലായിരിക്കും. അസ്വസ്ഥ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞു വയറിന്റെ കേട്ടിട്ടുണ്ട്. അസ്വസ്ഥതയാണ്. അതൊക്കെ പല കാരണങ്ങളുണ്ടാവും എന്നറിയാം. സ്വപ്നം എന്ന് പല പറയുന്നത് കാരണങ്ങളുണ്ട്. എന്തായാലും ന്യൂറോൺസിന്റെ പ്രവർത്തനമാണ്, അതെ, അത് അതിന്റെ ശരി. ഭാഗമാണ്. പിന്നെ ഞാൻ ഇതുപോലെ കുട്ടിക്കാലത്ത് പിന്നെ ഓതാൻ പോയിട്ടുണ്ട്, കുറച്ച് നിന്ന് പഠിച്ചിട്ടുണ്ട് ഒരു പള്ളിയില്. അപ്പൊ ഈ പള്ളിയില് വലിയ വിഷയം മൊയ്‌ലിയര് നടത്തിയിരുന്നു. എല്ലാ പള്ളിയിലും ഉള്ളതല്ലേ? അയ്യപ്പൊന്നെ. എന്നിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും വേറെ ഒരുത്തനും ഉണ്ട്. അപ്പൊ ഒരുത്തനെ അനുകൂലിച്ച് നിൽക്കണ ഈ മൊയ്‌ലിയരുടെ കുടുംബം, ആ ചെക്കൻ. പക്ഷെ നമ്മള് എൻ്റെ ഒരു സ്നേഹിതൻ നേരം മുളത്ത് നോക്കുമ്പോ ഇങ്ങനൊക്കെ സംഭവം ഉണ്ടായി, ഞാൻ അവിടുന്ന് പോവുക പറഞ്ഞു. അപ്പൊ ഞാനും അവനും കൂടിയിട്ട് അവിടുന്ന് ജോലി വിട്ട്. അയാള് കല്യാണം കഴിച്ച ഒരാളാണ്. അയാളെ നേരെ ബാക്കിലുണ്ട് ഒരു വീട്. ഈ പള്ളിയുടെ വാല് തുറന്ന ബാക്കിലെ വാല് തുറന്ന അപ്പുറത്തെ ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിയുടെ അടുത്തും ഇയാളുണ്ടാവും. അങ്ങനെ ഇപ്പൊ എൻ്റെ അറിവില് നമ്മളെ അടുത്ത് തന്നെയാണ് ആ പെണ്ണിനും കല്യാണം കഴിച്ച്. പിന്നെ വേറെ ഒന്നിനും കല്യാണം കഴിച്ചിട്ടുണ്ട് ഇപ്പൊ. എന്നിട്ട് ഇയാൾ ഇതൊക്കെ പള്ളി കിടന്ന് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഓർക്കുകയാണ് അതൊക്കെ ഇട്ടാ. എന്നിട്ട് ഇവര് നമ്മളവിടൊക്കെ ഇയാള് പ്രസംഗിക്കാൻ വരും, സ്റ്റേജ് കെട്ടിയിട്ട്. അന്ന് വയലല്ലേ. അപ്പൊ ആ വയലിൽ ഇയാൾ ഇങ്ങനെ പറയും, അവരവരുടെ ഗുഹസ്ഥാനം പിന്നെ സൂക്ഷിച്ചിട്ടില്ലാച്ചെങ്കില് പിന്നെ സ്ത്രീകളോടാ കൂടുതൽ പറയാ. അവരോട് പറയാം അവരുടെ ഗുഹസ്ഥാനിൽ കൂടെ ഇരുമ്പ് പഴിപ്പിച്ച് കയറ്റും നരകത്തില് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം. അപ്പോ ഇങ്ങനെ കുറെ സംഭവങ്ങൾ എന്റെ അറിവിലുണ്ട്.
അന്നേ മുതൽ എനിക്ക് ഒരു വെറുപ്പ് പോലെ, ഇപ്പോ മൊത്തത്തിലൊരു വെറുപ്പ് പോലെ, ഇപ്പോ സെൽഫിക്കാരായാലും ഇവരൊക്കെയായാലും ഇതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമാണ് കാണുന്നത്. ആ ഉണ്ട്. ആ ഒരു അല്ല, ഇത് രാഷ്ട്രീയം മതം തന്നെ ഒരു മുതലെടുക്കാനേ. ഇപ്പൊ രാഷ്ട്രീയ ഞാൻ ആദ്യം സംവിധാനമാണല്ലോ. ആദ്യം സുന്നിയായിരുന്നു, പിന്നെ മുജാഹിദായി, പിന്നെ മുജാഹിദായപ്പോ ആ പിന്നെ മറ്റത് കേൾക്കരുത്, അത് ആ കേൾക്കരുത്. ആ സുന്നികള് പറയും മുജാഹിദിന്റെ ഒരു ജാതി വാക്ക് കേക്കരുത്. വാക്ക് പോലെ കേൾക്കരുത്, ആ നരകത്തിലാണെന്ന്. നരകത്തിലാണ്. ഉം പക്ഷെ നമ്മള് ഇപ്പൊ മറ്റേ സ്വതന്ത്രമായി ചിന്തിക്കുമ്പോ അപ്പൊ ഉം. ഇവര് രണ്ടു കൂട്ടരും പറയും അവരെ ഒരിക്കലും സ്വതന്ത്രമായിട്ട് കേൾക്കരുത്. സ്വതന്ത്രരെ ആ തീരെ വിമർശകരെ കേൾക്കരുത്. കേക്കരുത്. അതിലിവർ രണ്ടാളും ഒന്നാ. ഉം. അതങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഉം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട. അപ്പൊ ഒരു സംശയം, മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇതായിരുന്നു. ആ ഈ ആ ആത്മാവ് നമ്മുടെ പോകുന്നത് ഇങ്ങനെ ഒരുപാട് സ്വപ്നത്തിൽ പോണ ആളാണ് ഞാൻ. ശരി ശരി. അത് നല്ലതുണ്ട്, സ്വപ്നത്തിൽ കുഴപ്പമുണ്ട്. പലതരം സ്വപ്നങ്ങളുണ്ട്. ആ ഉണ്ട്. അപ്പോ ചില നല്ലത് ആളുകൾക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമുക്ക് ഇന്ന സ്വപ്നം കാണണം ആ എന്ന് പ്ലാൻ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്ന ചില ചിലപ്പോ ആൾക്കാരൊക്കെ അന്ന് ഉണ്ട്. എന്തെങ്കിലും ഉം. ചിന്തിച്ച് കിടക്കണം അതന്നെ കാണും. ആ, ആ, അങ്ങനെ അതിന് കുറെ സംഗതികളുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ ഇതൊക്കെ ആ. ഇന്ന് അപ്പൊ സയന്റിഫിക്കലി. അതിനായിട്ടൊക്കെ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, ഇപ്പൊ വയറിന്റെ അസ്വസ്ഥത എനിക്ക് സമാധാനമുണ്ട്, പക്ഷെ ഈ രാത്രി വല്ലാതെ എനിക്ക് സ്വപ്നം കണ്ട് ഞാൻ പിന്നെ എണീച്ചു കുത്തിരിക്കുക, ഈ ഉറങ്ങലില്ല, പിന്നെ ഭയപ്പെട്ടിട്ട്. അപ്പൊ അതിനൊരു ഗുളിക എഴുതി തന്നു എനിക്ക്. അപ്പൊ ആ ഗുളിക എഴുതി തന്നപ്പോ ശരിക്കും ഞാൻ കുറച്ച് ഉറങ്ങാൻ തുടങ്ങി, ഉറങ്ങാൻ സ്വപ്നം തുടങ്ങി. കാണില്ല, അതെ അതെ അതെ. ഞെട്ടലില്ല, ഇതൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇപ്പൊ അത് നമുക്ക് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. എന്തുകൊണ്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഇപ്പോ ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഉണ്ട് ഉണ്ട് ഉണ്ട്. കാലത്ത് നിങ്ങൾക്ക് അറിയോ, സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞ തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയുന്നതാണെന്നും സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞാൽ ഈ യൂസഫ് നബി സ്വപ്ന വ്യാഖ്യാനത്തിൽ ഭയങ്കര മിടുക്കനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ആ ആ ആ, അതെ അതെ സ്വപ്ന അതെ. വ്യാഖ്യാനം പുസ്തകങ്ങളൊക്കെ നമ്മളെ ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിലൊക്കെ പണ്ട് കിട്ടുമായിരുന്നു. ഇപ്പുണ്ടോ ആ എനിക്കറിയില്ല. അതിലിങ്ങനെ പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ്, പശുവിനെ സ്വപ്നം കണ്ടാൽ എന്താണ്, പോത്തിനെ സ്വപ്നം കണ്ടാൽ എന്താണ്, ആന കുത്താൻ വന്നാൽ എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അങ്ങനെ ഉണ്ട്. ഉം. അതെ അതെ അതെ. ആന കുത്താൻ വരലും ആ. ആന ചവിട്ടാൻ ആന വരലും പിന്നാലെ ഇതൊക്കെ ഉണ്ട്. കൂടലും. പിന്നാലെ ഓടലും ഇതൊക്കെ അതെ. ഞാൻ നമ്മള് കാണലുണ്ട്. നമ്മള് മലയാളികളുടെ പിന്നാലെ കങ്കാരുക്കൾ അങ്ങനെ കൂടലില്ല. ആ ആ ആ കാരണം ആ. വെച്ചാൽ അല്ല, കങ്കാരുക്കളെ അത്ര പരിചയമില്ലല്ലോ നമുക്ക്. അതെ അതെ അതെ, അത് ശരിയാണ്. ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ തെങ്ങുമെന്നൊക്കെ വീഴുള്ളൂ, ഈത്തപ്പനമെന്ന് വീഴൂല. എന്നാ അങ്ങനെയൊക്കെ വീണില്ല. സൗകര്യങ്ങളുണ്ട് മലയാളത്തിൽ തന്നെ ആണെങ്കിൽ. വീഴുമ്പോഴത്തിനുണ്ട് ഉണരും ചിലപ്പോ. അതെ അതെ. അവിടേക്ക് എത്തും. പേടിച്ച് എനിക്കൊരു ഭയങ്കര പേടി സ്വപ്നം വരും. ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ പറക്കുക ചെയ്യാ സ്വപ്നത്തിൽ ഇങ്ങനെ. പറക്കുക ഞാൻ ആ ഉണ്ടായിരുന്നു. ഞാൻ ആ തന്നെ ആ ചിലപ്പോ ആന പിന്നാലെ ഓടി വരും. അതെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നമുക്കാണെങ്കിൽ ഇളകാൻ പറന്നിട്ട് ഇങ്ങനെ പറ്റൂല, നമ്മള് വീണ് പോകും. പറന്ന് ഉയർന്നു പോകും. അതെ അല്ലെങ്കിൽ രാത്രി വല്ല കാട്ടിലും വല്ല മരത്തിന്റെ മുകളിൽ പോയി അതെ. അത് തങ്ങും. നല്ല നല്ല രസമാണ്. ആ സ്വപ്നമൊക്കെ നല്ല രസമാണ്. പക്ഷെ പക്ഷെ എന്താ വെച്ചാൽ ഇതിന്റെ വെറും അവസാനം വല്ല കൊക്കയിലോ ഇതിലൊക്കെ പോയി നമ്മൾ അതില് പോയി വീണതായിരിക്കും. അതന്നെ, ആ വീണത്തിന് അങ്ങനെയൊക്കെ കാണുക, ശരിക്കും ഞാനത് കാണുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെയൊന്നും ഇപ്പൊ പക്ഷെ എനിക്ക് കാണലില്ല. മരുന്ന് കഴിക്കുമ്പോ പിന്നെ അത് കാണുന്നില്ല. അതെ. അപ്പൊ പിന്നെ ലെവലാകുന്നുണ്ട്. ഉം. അപ്പൊ അത് സ്ഥിരമായിട്ട് കഴിച്ചോ പറഞ്ഞു, കുഴപ്പമില്ല പറഞ്ഞോട്. ആ. പിന്നെ അപ്പൊ ഉറങ്ങാൻ ഇനിയിപ്പോ പറ്റുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ഗുളികമ്മ കൺട്രോൾ ചെയ്യാവുന്ന ആത്മാവൊക്കെ ഉള്ളു ഇപ്പൊ നിലവില്. ആയിക്കോട്ടെ. ഓക്കെ എന്തായാലും. ഓക്കെ, ശരി ശരി എന്നാ. ശരി. ഓക്കെ. ഓക്കെ.